ഹേ ഗൈസ്, ബാക്ക് ടു ഹാസി വ്ളോഗ്സ്. അപ്പോൾ ഞാൻ വർക്കിലല്ല, എന്നാൽ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇന്ന് ഷൂട്ടാണ്. അപ്പോൾ നമുക്ക് അൽഹിറ പോകണം. നമ്മളുടെ പുതിയ ഡ്രിങ്ക് ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ DCC വന്നിരിക്കുകയാണ്. DCCയിൽ നമ്മളുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ റെയ്മൺ ഉണ്ട്. റെയ്മണിൻ്റെ അസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ DCC കഴിഞ്ഞിട്ട് അൽഹിറ പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ന്യൂ ക്യാമറ ലൂണ അൾട്രയിൽ നിന്നാണ്. ഇതാണ് ദേര സിറ്റി സെൻറ്റർ മാൾ. റെയ്മൺ, സേ ഹായ്. ആ, അവിടെയാണ് ഫില്ലി ഉള്ളത്. നിങ്ങൾ കണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഫില്ലി ഉള്ളത്. റെയ്മൺ ഫിലിപ്പിനോ. ഞാൻ പാലക്കാട്. അപ്പോൾ നമ്മളുടെ DCCയിലുള്ള ഔട്ട്ലെറ്റിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ ടീ പൗഡറാണ്, ഫില്ലിൻ്റെ. ഗൈസ്, നിങ്ങൾക്ക് ഫില്ലിൻ്റെ ടീ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതുവരെ കുടിക്കാത്തവരാണെങ്കിൽ ഫില്ലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ കപ്പ് ഫ്രീ ആണ്. പക്ഷെ എനിക്കിവിടെ ഒന്നും ഫ്രീ ആണ്, കാരണം ഞാൻ ഫില്ലിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. 1 വിത്തൗട്ട് സാഫ്രൺ ടീ. ഞാനിപ്പോൾ ഷുഗർ കട്ടൊക്കെയാണ്, അതുകൊണ്ട് വിത്തൗട്ട് ഷുഗറിലേക്ക് ഞാൻ കുടിക്കും. എന്താ അറിയില്ല, ഈ ക്യാമറ കൈ കിട്ടിയ ശേഷം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. താങ്ക് യു. അതുമല്ലാതെ നമുക്ക് ബെസ്റ്റ് പ്ലേറ്റ് കഫേയും കൂടിയും കിട്ടിയിട്ടുണ്ട് തലബാത്തിന്റെ വക. എല്ലാവരും ഹസി വ്ളോഗ്സിനെ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇനി അങ്ങനെ നമ്മൾ വെയിലത്ത് ടാക്സിയും പിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഷാർജയിലെത്തി. നമ്മളുടെ ഫില്ലി കഫേ നിങ്ങൾ കാണുന്നുണ്ടോ? Can I swim? Yeah, I you will can. swim later, huh? Yeah, you can, Raymond. You know how to swim? Yeah. Goodness knows. Oh, I like here, huh? ഇതാണ് നമ്മളുടെ ഫില്ലി കഫേ ഗൈസ്. ഇവിടെ നല്ല ഉണ്ട്. അപ്പുറത്ത് ബീച്ചാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ. ഗുഡ് മോർണിംഗ്. തന്തൂരി ചിക്കൻ ടോസ്റ്റിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒന്ന് എനിക്കും ഒന്ന് റെയ്മണും. ഇത് ഇന്ത്യയാണ്. ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മുഫി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഗൈസ്, അൽഹിറ ബീച്ചിൻ്റെ അടുത്താണ് നമ്മളുടെ സ്വന്തം ഫില്ലി വരുന്നത്. നല്ലൊരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. അതാ ഞാൻ വരുമ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് നോക്ക്. മുടിയൊക്കെ ചപ്രിയായി. സമയം ഒരു 5 മണി ആയിട്ടുണ്ടാവും. ഞാൻ നോക്കിയിട്ടില്ല. ഇത്ര നേരം ഷൂട്ട് ചെയ്തുകൊണ്ട് വ്ളോഗൊന്നും എടുത്തില്ല. നല്ലോണം ഇന്ന് വെയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുഖത്ത് പിമ്പിൾസ് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ടൈം എനിക്ക് കുറേ ഫേസിൽ കല വന്നപ്പോൾ എല്ലാവരും എന്ത് പറ്റി ചോദിച്ചു. അത് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. വെയിൽ കൊണ്ടാൽ ആ പിമ്പിൾസൊക്കെ ബേൺ ആവുന്ന പോലെ. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ബേൺ ആയതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നും ഞാൻ കുറേ വെയിൽ കൊണ്ടിട്ടുണ്ട്. പ്രശ്നമല്ല, എല്ലാം എന്താ ചെയ്യുക, പ്രവാസിയായി പോയില്ലേ.
ഇനി നമുക്ക് വേഗം ഷൂട്ട് കഴിച്ചിട്ട് വീട്ടിൽ പോവാം. കാരണം വീട്ടിൽ പോയാൽ മുഫിനെ കാണാം. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലാറ്റിലെത്തി. ടയേർഡായി. പിന്നെ എനിക്ക് ജിമ്മിനും കൂടിയും പോവാനുണ്ട്. വെർ ഈസ് മൈ നോവ? ആ നോങ്ങണ്ടി വന്നാ വരാൻ അറിയില്ല. ഇപ്പൊ വരില്ലൊന്നുമില്ലല്ലോ. നിനക്കെന്താ ഇവിടെ കാര്യം? പണി കിട്ടിയ പണിക്ക് പോയിക്കൂടെ? നോങ്ങണ്ട, ഓവർ നോങ്ങണത് എനിക്ക് ഇഷ്ടല്ല. എങ്ങട്ടാ ഓടണത്? എത്ര മുത്തം തന്നു, സ്നേഹം തരാത്തത് എന്നെ. തിരിച്ച് എന്നെ സ്നേഹിക്കില്ല. തിരിച്ച് എപ്പോഴാന്നറിയാം എന്നെ സ്നേഹിക്കുക? രാവിലെ 5 മണിക്ക്. ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഗൈസ്, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് നമ്മൾ ജിമ്മിന് പോവാണ്. എൻ്റെ ട്രെയിനർ മിസ്റ്റർ മുഫീദ് പുത്തരിയാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു ജിമ്മിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ട്രെയിനറിൻ്റെ ക്യാഷ് നമുക്ക് ലാഭിക്കാം. അപ്പം നമുക്ക് അത് ഞാൻ ചോദിച്ചിട്ടില്ല, ജിമ്മ് കാണിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ജിമ്മിന് പോവാം ഗൈസ്. എൻ്റെ ജിം ട്രെയിനർ മുഫീദ് മുഹമ്മദ് പുത്തേരി. അല്ല, മുഹമ്മദ് മുഫീദ് പുത്തേരി. സൗണ്ട് മാറി. മുഫിക്ക് പനിയാണ് ഗൈസ്. മുഫിക്ക് ചുമ, ജലദോഷം ഇല്ല, ചുമയൊന്നുമില്ല, സൗണ്ട് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ ജിമ്മിന് പോവാണ്. എന്റെ ഓൾറെഡി വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. നീ ഹൈറ്റ് വെച്ച മതി. ഞാൻ ഹൈറ്റ് വെച്ചതാ, നീ പുള്ളി തടി വെച്ചപ്പോ ഹൈറ്റ് തടി വെച്ച ഗൈസ്. ഇല്ല ഗൈസ്, തടി വെച്ചിട്ടില്ല ഗൈസ്. തിന്നാ പിന്നെ തടി വെക്കാണ്ട് തിന്നോണ്ടിരിക്കുന്നു. വല്ലപ്പോഴും. ഇതാണ് നമ്മളുടെ ട്രെയിനർ, നമ്മളുടെ എല്ലാം മുഫിന്റെ ട്രെയിനർ, മുഫിന്റെ ട്രെയിനർ. ഫസ്റ്റ് നമ്മളുടെ ജിമ്മിൽ വന്നതും ടെർമിനലാണ്. എന്തില്? ടെർമിനലാ? ഏത് ടെർമിനൽ? 1 or 3 or 2? ട്രെഡ്മില്. ഇതാസി നിനക്ക് ആരെ പോലാണ്ടെന്ന് വെച്ചിട്ട് അമ്മ നീ പറഞ്ഞ പണ്ട്. ട്രെഡ്മില്. ട്രെഡ്മിൽ. ഓണാക്കാൻ അറിയില്ല എനിക്ക്. ഞാൻ ടെർമിനിൽ ഇവിടെയാണ് നിൽക്കുക. കാരണം എനിക്ക് ഇവിടെ കാണണം. ഇവളാണ് എന്റെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, അവിടെ ഒന്നും ഞാൻ നിൽക്കില്ല. ഇൻസുലിൻ 12-ലും സ്പീഡ് ഒരു 3-ലും ഇട്ടാൽ മതി. ജസ്റ്റ് നടക്കുക, ഓടൊന്നും വേണ്ട. ഇത് ടിപ്പ് ഫ്രം മുഫീദ് പുത്തേരി. പിന്നെ എന്താ വെച്ചാല് 10 മിനിറ്റ്സ് ഇതിൽ നടക്കുക. കൈ പിടിച്ചിട്ടല്ല, കൈ വിട്ടിട്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ ജിമ്മിന്റെ ട്രെയിനിങ്ങും കൂടി ഹസീം ബ്ലോഗ്സിൽ കൂടെ ലൂണ ആൾക്കാരെ കൂടെ നിങ്ങൾ കാണാം. ഇവിടെ കലോറീസ് കാണിക്കാത്ത അത് എത്ര നീ ബേൺ ആക്കി, എത്ര തടി ബേൺ ആക്കി, എത്ര പണായി എത്ര കാണിക്കണല്ലേ? ഒന്നും കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്ത്? തടി കുറഞ്ഞിട്ടാണ്. എന്താ നിന്റെ എന്നെ കാണുന്നുണ്ടോ? ഹൈറ്റിൽ വെച്ചിട്ട് കാണാൻ, അല്ലാതെ ഞാൻ ഹൈറ്റിലാണ്ടല്ലോ. നീ കുള്ളീണേ. നീ എന്ത് ബോഡി ഷേപ്പിംഗ് ചെയ്യാൻ ഗൈസ്? ഇതോടെ വിചാരം പുള്ളിയായിട്ടുള്ളത് ബോഡി ഷേമിങ് ആണ്. കണ്ടോളൂ, മുഖം വേണ്ട ചിരിക്കുന്ന എന്ത്? അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 10 മിനിറ്റ്സ് സെയിം. ഞാനിവിടെ ജിമ്മിന് കൂടിയപ്പോൾ എനിക്ക് അപ്രത്യക്ഷമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു. മീറ്റ് മിസ്റ്റർ സാദിഖ്. സാദിഖ് എൻ്റെ ഒപ്പം +1+2 പഠിച്ചതാണ്. എൻ്റെ നാട്ടുകാരനുമാണ്, പിന്നെ എൻ്റെ ഫാനുമാണ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഫാനാണ്. വീഡിയോസ് ഒക്കെ കാണും, ഫാനാണ് പറഞ്ഞത്. അതെ ഗൈസ്, ഞാൻ ഫാനാണ് ഹസീബയുടെ. ഹസീബ് ബ്ലോഗ്സിന്റെ ഭയങ്കരമായ ഒരു ഫാനാണ്. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്കും കമന്റും ചെയ്യുക, ഷെയർ ചെയ്തു.
താങ്ക് യു മിസ്റ്റർ സാദിഖ്. സാദിഖിന് നമ്മൾ സ്കൂളിൽ വിളിച്ചിരുന്നത് മാട് സാദിഖ് എന്നാണ്. എന്റെ കാണുന്ന ഹൈറ്റും ഈ കാണുന്ന ബോഡിയും ഇതൊക്കെ വെച്ച് തന്നെ മാട് സാധിക്കുന്ന എല്ലാവരും വിളിക്കുന്നത്. ഇപ്പൊ നീ ഏകദേശം ഒരു കൂളം കുറ്റി പോലെ ആയിട്ടുണ്ട് അസീബ്. അറിയില്ല കൈസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പണ്ട് 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 എത്ര ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പൊ തടിച്ചു കൊഴുത്ത് വല്ല കൂളംകുട്ടി പോലെ ആയി. കൂളംകുട്ടി പറഞ്ഞാൽ പോത്തുകുട്ടി. അതുകൊണ്ട് നമുക്ക് വർക്കൗട്ടിലേക്ക് കടന്നു വരാം. സമയത്ത് ഇനി നെക്സ്റ്റ് പമ്പരം കറക്കണതാണ്. ഇത് ഇവിടെ നമുക്ക് കുറച്ച് ഷേപ്പൊക്കെ വരാൻ. ഷേപ്പ് വരോ? എത്ര ദിവസം ജിമ്മിന് വരും നീ? മെലീന വരെ ആ പെണ്ണിനെ പോലെ ആവണം. ഞാൻ ആദ്യമൊക്കെ ജിമ്മിന് ചേരും, 1 മാസം പോകും, പിന്നെ 1 മാസം ലീവ് എടുക്കും, പിന്നെ 6 മാസം ലീവ് എടുക്കും, പിന്നെ 1 മാസം ജിമ്മിന് പോകും, പിന്നെ 1 മാസം ലീവ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകും. എന്താ വിചാരം നിന്റെ? ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും എന്തിനാ ഈ ജിമ്മിനൊക്കെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമാവയൊക്കെ കഴിക്കണം. തടി വയ്ക്കും. കുഞ്ഞിക്കാല ഒരു പൊട്ടത്തി തടി മാത്രം അവൾക്കുള്ളത്. ശക്തിയില്ല ഗൈസ്, തീരെ ശക്തിയില്ല. നോക്ക് എത്ര വെയിറ്റ് എടുക്കും നോക്ക്. ഇത്രയും വലിയ ഒരു മെഷീനാണ് ഞാൻ എടുത്തത്. നീ എന്തിനാ നേരത്തെ പറഞ്ഞത്? ഞാൻ ട്രൈസ് ചെയ്യാന്നാണ് പണിയെന്ന് നോക്ക്. ഞാൻ ഇവളോട് പറഞ്ഞു അടുത്ത ട്രൈസ്. അപ്പോൾ ഓളെന്താ പറഞ്ഞത്? നീ എന്തിനാ നീ പറഞ്ഞത് ഞാൻ ട്രൈസ് എന്ന് പറയുമ്പോ? തീറ്റാന്ന് വിചാരം മാത്രമേ ഉള്ളൂ. എന്താണ് നിങ്ങക്ക് പെരുമുള്ള ആവശ്യമൊന്നുമില്ല ഇപ്പോ. ഗൈസ്, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. നിങ്ങൾക്ക് ജിം ട്രെയിനറെ ജിമ്മിനെ വേണമെങ്കിൽ ക്യാഷ് കൊടുത്താൽ കിട്ടും. അവരൊരിക്കലും നിങ്ങൾ തല്ലിയിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത് തിരിച്ചു കൊടുത്തും ചെയ്തു. നിങ്ങൾ ആരും ജിമ്മിനെ കല്യാണം കഴിക്കണ്ട. ഇനി ബർഗർ കുറെ കഷ്ടപ്പെട്ടിട്ടായിട്ടാകുമ്പോ നിനക്ക് ബർഗറാ. എന്റെ മുഖം എങ്ങനെയാ ഉള്ളത്? എന്താണ് പ്ലംബൽ ഹിപ്പോപ്പൊട്ടാമസ്. എന്തിനാ ജിമ്മിനോന്നെ? റിസപ്ഷനാ? മനസ്സിലായിട്ടാ? നമ്മളെ റിസപ്ഷൻ അതിനോട് തടി നോക്കാനാ? ജിമ്മ് കഴിഞ്ഞ് വന്ന് നമ്മൾ ഫ്രഷായി, ഞാൻ ഫ്രഷായി. അപ്പം നിങ്ങൾ വിചാരിക്കും ഫ്രഷായിട്ട് വീണ്ടും ലിപ്സ്റ്റിക് ഇട്ടുവന്ന്. ഇല്ല കഴിച്ച്, ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് കഴുകിയാലും തൂത്താലും പോവില്ല. ഇനിയിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ആകുമ്പോൾ പോവും. അല്ല, ഞാൻ ഉറങ്ങുമ്പോൾ കുറേ ഒരുത്തി കളയാൻ നോക്കും, പക്ഷെ എന്നാലും പോവില്ല. അങ്ങനത്തെ ഒരു മെബിലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്. അപ്പം നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കാം. കമോൺ ഗൈസ്. ഫുഡൊന്നുമില്ല, മുട്ട പൊരിച്ചത്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് 2 കോഴിമുട്ട എടുത്തു. കോഴിമുട്ട മാത്രമേ നിങ്ങൾ വിചാരിക്കരുത്, ചോറും പച്ചപ്പയറും ഉണ്ട്. കുക്കറിലാക്കിയത്, മുഫിയാക്കിയത്, ഇല്ലാട്ടെ ഞാനാക്കിയത്. മുഫിൻ്റെ നോവ, എൻ്റെ നോവ. പാത്രം കഴുകുന്ന മുഫി, കോഴിമുട്ട ഉണ്ടാക്കുന്ന ഹസി. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിനും ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്നെ നിങ്ങൾ മറക്കരുത്. ഉറക്കം വരുന്നുണ്ട്. ബൈ.